എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നയനയാണെങ്കിൽ ആദർശ് എഴുതിയ ആ പേപ്പർ എടുക്കാൻ ചെന്ന സമയത്താണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശി പറഞ്ഞു, മോളെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇന്നത്തെ പൂജ നീ തന്നെ ചെയ്യണം, നീ ചെയ്താലേ ശരിയാവത്തുള്ളൂ. നവ്യയുടെ കാര്യം അറിയാലോ, അവൾ ഒരുങ്ങിക്കെട്ടി വരുമ്പോഴത്തേനും ഒരു സമയമാവുമെന്ന് പറയാണ്. ശരി മുത്തശ്ശി, ഞാൻ ചെയ്തോളാം എന്ന് പറയണം. എന്നാൽ ശരി, താഴേക്ക് വന്നോളാം പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോവാണ്. നയനാണ് എങ്ങനെയാ പേപ്പർ ഒന്ന് കൈയടക്കണം, എന്ത് ചെയ്യും? അങ്ങനെ ഇടത്തിന് പതുക്കെ ചെന്നിട്ട് ആരും കാണാതെ ആ പേപ്പർ എടുത്ത് കൈ പിടിക്കണം. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, മുറി കൊണ്ടുപോയി സാവധാനത്തോടെ വായിക്കാം എന്നോർത്ത് സാരിത്തുമ്പിലകത്ത് ഒളിപ്പിച്ചു വെച്ചാണ് അങ്ങോട്ട് പോവാണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആരും വന്ന് കണ്ടാലോ. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജ ചെയ്യാനുള്ള സമയമായി. അപ്പം നയനെ പൂജ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. പൂജ ചെയ്യാൻ തുടങ്ങുന്നതിന് മുത്തശ്ശൻ പറഞ്ഞു, അല്ല ആദർശം കൂടെ അടുത്തിരിക്കട്ടെ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇന്നും കൂടി ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അടുത്തടുത്ത് നിന്നാൽ പൂജ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയത്ത് നവ്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നവ്യ അബിയോട് വരെ കണ്ടില്ലേ, ഇവിടെ എന്ത് പരിപാടി ഉണ്ടായാലും അവളെ എല്ലാത്തിനും മുൻപന്തി നിർത്തുള്ളൂ, അല്ല ഞാനിവിടുത്തെ മരുമോള് തന്നെയല്ലേ, എനിക്കിതൊന്ന് ബാധകമല്ലേന്ന് ചോദിക്കും. അബി പെട്ടെന്ന് പറഞ്ഞു, നിന്നെ കൊണ്ട് പൂജ ചെയ്യിച്ചിട്ടുണ്ടെങ്കിലേ ഇന്നെങ്കോ നടക്കില്ല. ഒരു തവണ നിന്നെ ഏൽപ്പിച്ച് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് മിണ്ടാതെ വായടക്കി നിൽക്കുക, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. അവൾക്ക് ആകെപ്പാടെ അറിയാവുന്ന കുറച്ച് ഒരുങ്ങി കിട്ടി നടക്കാൻ മാത്രമേ, അല്ലാതെ ഇമ്മാതിരി കാര്യങ്ങളൊക്കെ നിനക്കറിയാവോ? നീ നിന്റെ അനിയത്തേനെ കണ്ടുപിടിക്കുക, അവൾ ആൾക്കാരെയൊക്കെ എങ്ങനെ സോപ്പിട്ട് നിൽക്കുന്നതെന്ന് അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അബി പറയാണ്. പിന്നീട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങനെ പൂജയൊക്കെ ചെയ്തതിന് ശേഷം പൂജ ചെയ്ത് ആരതിയൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം ശേഷം മുത്തശ്ശി ഒരു കാര്യം ചെയ്യുക, നയനമോൾ ഒരു പാട്ടും കൂടെ പാടാൻ പറയാണ്. ചിത്രപൗർണമി നാളല്ലേ, അപ്പോൾ നയന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്തുതിഗീതമൊക്കെ അങ്ങോട്ട് ചൊല്ലുവാണ്. അങ്ങനെ അതെല്ലാം ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്താണ് ആദർശ് പെട്ടെന്ന് ആ ബൗളിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ തൻ്റെ പേപ്പർ മാത്രം അതിൻ്റെ കൂടെ കാണുന്നില്ല. ഇതെവിടെ പോയി? നയനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നയനയ്ക്ക് മനസ്സിലായി കാര്യം എന്നാന്നുള്ളത്. ദൈവമേ, പിടി വീണാ തന്നെ ആദർശാണ് എന്തോ സംശയം ഉണ്ടായിട്ടുണ്ട്, താനതവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ്, ഇനി തന്നോട് എന്തെങ്കിലും ചോദിക്കോ. അപ്പോൾ ആദർശിനുള്ളിൽ ഭയങ്കര ടെൻഷനായിരുന്നു. അതെങ്ങാനും ഇവളെ വായിച്ചിട്ടുണ്ടെങ്കിൽ, മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് താൻ ഇവളെ സ്നേഹിക്കുന്ന അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലാതെ ഇവളോട് തനിക്ക് ഇപ്പോഴും സ്നേഹമൊന്നുമില്ല. അതെങ്ങാനും ഇവളെ അറിഞ്ഞിട്ടുണ്ടായി പിന്നെ എൻ്റെ ഭഗവാനെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. ആദർശനെ നെഞ്ച് പടപടാ ഇടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് നയനേനെ ഇങ്ങനെ തോണ്ടുവാണ് ആദർശ്. അപ്പം നയനൊന്നും മിണ്ടായിരിക്കുക. അപ്പം അത് ആ പേപ്പർ എന്തെന്ന് ചോദിക്കണം. എനിക്കറിയില്ല എന്ന് പറയാണ്. ഓഹോ, അപ്പം തന്നെ ആദർശിന് മനസ്സിലായി ഇത് അവൾ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജയെല്ലാം നടത്തിയതിന് ശേഷം നയന പറഞ്ഞു, എനിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പറയാനുണ്ടെന്ന് പറയും. മുത്തശ്ശി വെച്ച് എന്താ പറയാനുള്ളത് നയന മോളെ? എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയാണ്. അതെ, പറയാൻ മാത്രമല്ല കൊടുക്കാനും കൂടെ ഉള്ളതെന്ന് പറയാണ്. പിന്നീട് വീടിൻ്റെ ആധാരം അങ്ങോട്ട് എടുത്തുകൊണ്ട് വരുവാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ആധാരം കുറേ കാലത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു, ഇത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളത്. അങ്ങനെ കുറേ കാലത്തെ ആഗ്രഹമാണ് എൻ്റെ സാധിക്കുന്നത്. ഇത് ആദർശൻ്റെ കൈ കൊണ്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമെന്ന് പറയാണ്. പിന്നീട് ദേവേനോട് പറഞ്ഞു, അമ്മേ ആദർശാൻ്റെ കൈ കൊണ്ട് ഞാൻ കുടിപ്പിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ദേവേനോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്. ദേവേനെ ഒരു ചടമുടക്കിന് പറയരുത്, ദേവേനോട് സോപ്പിട്ട് നിന്നിട്ട് കാര്യമുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ദേവേനെ ഒന്ന് സുഖിപ്പിച്ചൊന്ന് പതപ്പിച്ചങ്ങ് നിർത്തണം. അതിലെന്താ, ആദർശൻ നീ അത് വാങ്ങി കൊടുക്കാൻ പറയാണ്. പിന്നീട് ആദർശ് വന്ന് നിന്നിട്ട് കനകേനെ ഗോവിന്ദനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടും കൂടി ചെന്ന് നിൽക്കുകയാണ്. വെച്ച് കഴിഞ്ഞ് ഇത് വാങ്ങാൻ പറയാണ്. ഇത് വാങ്ങച്ചാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഗോവിന്ദന് കണ്ണ് രണ്ടും നിറഞ്ഞു വന്നു. ഗോവിന്ദൻ പറയാണ്, മോനില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ പ്രമാണം മേടിക്കാണ്ട് ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് ആ വിഗ്രഹങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയ സമയത്ത് മോനുള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇന്ന് ഈ പ്രമാണമൊക്കെ എങ്ങനെ തിരിച്ചു വാങ്ങിച്ചേനം. ഇതൊക്കെ അബി കേട്ടു. അബി ഇങ്ങനെ പല്ലറുമോ, ഇനി ഒറ്റ ഒരുത്തൻ കാരണം എല്ലാം നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്, എപ്പോഴുള്ള ഒരു തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ അബി മനസ്സിൽ പറയാണ്. ഇല്ലെങ്കിൽ ആദർശങ്ങ് ചെന്നില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇപ്പം പ്രമാണങ്ങളും തിരിച്ചെടുക്കാൻ അവർക്ക് പൈസയൊന്നും കിട്ടത്തില്ലായിരുന്നു. കാർ കരഞ്ഞുകൊണ്ടെല്ലാം 4 മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അബിയൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ഗോവിന്ദൻ തന്നെ പറയാണ്, മോനെ നീ ഞങ്ങൾക്ക് വെറും മരുമോ മാത്രമല്ല, ഞങ്ങളുടെ കൺകണ്ട ദൈവമാണ്. ഇത് ഒരു തവണയല്ല, ഇപ്പം എത്രയോ വട്ടമാണ് ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയാണ്. പെട്ടെന്ന് കനക പറയുന്നുണ്ട്, ശരിയാ ഗോവിന്ദേട്ടൻ പറഞ്ഞ് സത്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ നയനമോൾക്ക് ചേരുന്ന ഭർത്താവ് തന്നെയാണ് നീ. ഇനിയിപ്പം എവിടെ പോയാലും നയനമോൾക്ക് ഇത്ര നല്ലൊരു ബന്ധം കിട്ടാൻ പോയില്ല. ആദർശ് പോലെ നല്ലൊരു ചെറുക്കനെ, ഇത്ര നല്ലൊരു സ്വഭാവമുള്ള ചെറുക്കനെ എൻ്റെ നയനമോൾക്ക് കിട്ടില്ല. എന്നിട്ട് പറയാം, നയനമോളെ നീ പൊന്നുപോലെ നോക്കണം അവനെ ഒരു കാരണത്തിലും വേദനിപ്പിക്കരുത്. ഭാര്യ ഭർത്ത ജീവിതമാകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം നിങ്ങൾ. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമാണെന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം എന്തിനാമ്മ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുകയാണ്. ഇല്ല മോനെ,
എൻ്റെ മനസ്സിലുള്ള മോനറിയാലോ എന്താന്ന്. ഒന്നും രണ്ടും പ്രാവശ്യമല്ല, ഇപ്പം കുറേ തവണയെ ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിക്കുന്നേ. അപ്പം നീ എന്ന് പറഞ്ഞിട്ട് ഒരു മരുമോൻ മാത്രമല്ല, ഞാൻ പ്രസവിക്കാതെ പോയ എൻ്റെ മോൻ തന്നെയാന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ദേവേനി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ദേവേനിക്ക് അത്ര അങ്ങോട്ട് സൂചിച്ചില്ല പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് ഇങ്ങനെ സെൻറ്റി അടിച്ച് നിൽക്കുമ്പോഴത്തേനും അനി പെട്ടെന്ന് പറഞ്ഞു, ഇത് കൊള്ളാലോ, എല്ലാവരും 4 മൂലിക്കൊന്നും ഭയങ്കര സെൻറ്റിയാണല്ലോ. സെൻറ്റി അടിച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഒന്ന് ഉഷാറാക്കണ്ടേ, നമുക്കെല്ലാവർക്കും ഒരു ഡാൻസ് കോമ്പറ്റീഷൻ അങ്ങ് വെച്ചാലോ എന്ന് പറയണേ. മുത്തച്ഛൻ പറഞ്ഞു, അത് ശരിയാ മോൻ പറഞ്ഞേ, അതാ ഇപ്പം നടത്തേണ്ടതെന്ന് പറയണേ. വെറുതെ സെൻറ്റി അടിച്ച് കരഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ? നല്ലൊരു ദിവസമായിട്ട്, പൂജ നടന്ന ദിവസമായിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയണം. അപ്പം അനി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഡാൻസ് കോമ്പറ്റീഷൻ നടത്താം. രണ്ടുപേര് വെച്ച് അങ്ങോട്ട് നിന്ന് പെർഫോം ചെയ്യാമെന്ന് പറയണം. ആരാ ശരിക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അറിയാമെന്ന് പറയണം. പിന്നീട് അനി പറഞ്ഞു, ആദ്യം ഞാൻ ഡാൻസ് പെർഫോം ചെയ്യാം, എൻ്റെ കൂടെ നന്ദു വരട്ടെ എന്ന് പറയാണ്. നന്ദു വാന്ന് പറഞ്ഞ് നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദു പെട്ടുപോയി. നന്ദു എങ്ങനെ ചെല്ലും? നന്ദുവിന് വല്ലാത്ത വിഷമമായി പോയി. നന്ദു പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. വേണ്ട നീ വരണം, കഴിഞ്ഞ പ്രാവശ്യം നിന്നെ വിളിച്ചാൽ നീ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത് അമ്പെയ്ത്ത് മത്സരത്തിൽ. പക്ഷേ ഈ തവണ നീ വരുവാണ്, നമ്മൾ ജയിക്കും നന്ദു, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട്, വാ ബ്രോ എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഇത് അനാമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അനാമ ഇങ്ങനെ നോക്കി, എന്ത് പറഞ്ഞാലും ഉണ്ടൊരു ബ്രോയ്, ഇവിടെ അവള് തന്നെ വന്നേക്കുന്നു. പെട്ടെന്ന് അനാമ ഇങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, അല്ല അതെ, ഇവിടെ നിൽക്കേണ്ട ആൾ ഞാനല്ലേ, ഞാൻ നിന്നോളാം, നന്ദു അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം. അതെന്താ അനാമിയ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ തവണത്തെ ഗെയിമിന് തോറ്റുപോയി, ഈ തവണ ഇവളെൻ്റെയോടൊപ്പം നിൽക്കട്ടെ എന്ന് പറയണം. ശരിക്കും ഇവളല്ലല്ലോ നിൽക്കണ്ടേ, ഞാനല്ല നിൽക്കേണ്ടതെന്ന് പറയണം. അതെ, നന്ദു പറയുന്നോണ്ടൊന്നും തോന്നരുത് കേട്ടോ, നന്ദു അങ്ങോട്ട് മാറി നിൽക്കാവോ, ഞാനും അനിയും കൂടെ കളിച്ചോളാം എന്ന് പറയണം. നന്ദുവിന് മുഖത്ത് അടിയേറ്റാലേ പോയി. കനികയുടെ മുഖം പെട്ടെന്ന് അങ്ങോട്ട് മാറി. കനിക്ക് മനസ്സിലായി നന്ദു എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നുള്ള സത്യം. പാവം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഉള്ളി വേദന ഉണ്ടാവുന്നുണ്ടായിരിക്കും. പിന്നീട് നന്ദു ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി നിൽക്കുകയായിരുന്നു. നന്ദുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ആരോട് എന്താ പറയണേ? അനിയന് ഇഷ്ടമെന്ന് പറയണോ? അതൊന്നും പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുകയാണ്. പിന്നെ അവർ രണ്ടുപേരും ഡാൻസ് കളിക്കുകയാണ് ആദ്യം. അതിനുശേഷം ഓരോരുത്തർ വിളിക്കുകയാണ്. അബിയും നവ്യ എല്ലാവരും വന്ന് ഡാൻസ് കളിച്ചു. എല്ലാവരുടെ ഊഴമായിരുന്നു. അങ്ങനെ ഡാൻസ് കളിച്ച് അവസാനം എന്തിനേറെ പറയുന്നു, മുത്തശ്ശനും വരെ ഡാൻസ് പെർഫോം ചെയ്യുവാണ്. പിന്നീട് ആദർശൻ നയനയുടെ ഊഴമായിരുന്നു. അവർ നല്ലൊരു അടിപൊളി ഡാൻസ് കളിക്കുന്നുണ്ട്. ഡാൻസ് കളിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവർ റൊമാൻറ്റിക് മൂഡിലായിരുന്നു നയന. അങ്ങനെ നല്ല റൊമാൻറ്റിക് ഒരു ഡാൻസ് കളിച്ച് അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്യുവാണ്, ഡാൻസിൻ്റെ അവസാനം മതി മറന്ന് നയന എന്ത് ചെയ്യുവാണ്, ആദർശിൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുക. നയന പോലും വിചാരിച്ചില്ല അങ്ങനെ കൊടുക്കുന്നു. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചു പോയതാ. ഈ സമയം അവിടെ ഇരുന്ന് ബാക്കി എല്ലാവരും അന്തം വിട്ടുപോയി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവർക്കും ഒരു നാണമൊക്കെ വരുന്നുണ്ട്. കനകയ്ക്കാണെങ്കിൽ ഭയങ്കര ഒരു ചമ്പലും കൂടെ. കനക ഇങ്ങനെ മുഖം കുനിച്ചിരിക്കുന്നുണ്ട്, കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട്. ഇത് കണ്ടപ്പോൾ ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ജലജ പറഞ്ഞു, കൊള്ളാം, അസലായിട്ടുണ്ട്, ഇനി ഇത് പറഞ്ഞു വേണം ഇനി ഇപ്പം ഏട്ടത്തേനെ ഒന്ന് എരിവുരി കയറ്റാനായിട്ട്. പതുക്കെ ജലജ പറയാണ്, കണ്ടോ ഏട്ടത്തി അവളെ കാണിച്ചു കണ്ടോ, നമ്മളെല്ലാം മുന്നിൽ ഭയങ്കര സ്നേഹം വന്ന് കളിക്കാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ്. ഇങ്ങനെ പോയിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ ഏട്ടത്തിൽ കൈപ്പിടിയുന്ന ആദർശനം കുത്തിയെടുത്തോണ്ട് അവൾ പറക്കും കേട്ടോ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന് പറയണം. ദേവാനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ദേവേനി ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക. എന്താ ഇത്ര ആൾക്കാർ കൂടിയിരിക്കില്ലേ, ഇപ്പോൾ ഒന്നും പറയാനും പറ്റില്ലല്ലോ നയനയോട്. ദേവേനി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇരിക്കുകയാണ്. പിന്നീട് അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും അനി പറഞ്ഞു, അതെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ആദർശേട്ടനും നയനേച്ച, ഈ തവണത്തെ സമ്മാനം അവർക്കാ. ഒരു കാര്യം ചെയ്യാം, നീ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു ഡാൻസും കളിച്ചാലോ എന്ന് പറയണം. അങ്ങനെ എല്ലാവരും കൂടെ സ്റ്റേജിലേക്ക് കയറിയിട്ട് അവിടെ അങ്ങ് സ്റ്റേജ് അങ്ങ് ഇളക്കി മറിച്ചൊരു ഡാൻസ് അങ്ങ് ചെയ്യുവാണ്. എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുക. ഈ സമയത്ത് നവ്യയുടെ വയറെ കെട്ടിരിക്കുന്ന പാടങ്ങോട്ട് ചാടിപ്പോയി. ആ പാടി ചാടിപ്പോയെന്ന് പറഞ്ഞിട്ട് കണ്ടതോ കൃത്യം നയനെ കാണുകയും ചെയ്തു. നയനയ്ക്ക് മനസ്സിലായി നവ്യയുടെ വയറെ കെട്ടിരിക്കുന്ന പാടാന്നുള്ള കാര്യം. ദൈവമേ ഇനി എന്ത് ചെയ്യും? ആ എല്ലാം കാണുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ചാടി അതങ്ങ് എടുക്കുകയാണത്. അതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ എന്ത് ചെയ്യണം, അത് പതുക്കെ സൈഡ് തുമ്പിൽ ഒളിപ്പിച്ച് വെക്കുകയാണ്. എന്നിട്ട് നവ്യനെ അങ്ങ് വിളിച്ചു. നവ്യ മൈൻഡ് ചെയ്യുന്ന പിന്നെയും കിടന്ന് കളിക്കുക. കയ്യെ പിടിച്ചെങ്കിൽ വലിയ ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട്. നവ്യ എന്നാ നീ കാണിക്കണേ? അതെങ്ങനെയാ? ഞാനിവിടെ ഇച്ചിരി സമയം ഒന്ന് സന്തോഷിച്ചിരിക്കുന്നതാണ്, നിനക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ലല്ലേ? എനിക്ക് മനസ്സിലായി നിന്റെ സൂക്കേട് എന്താന്ന്. അതൊന്നുമല്ല, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വലിച്ചഴിച്ചോണ്ടെങ്കിൽ പോവാണ്. നീ എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. ഞാൻ എന്ത് ഭാവിച്ചാ? ഞാൻ അവിടെ ഡാൻസ് കളിക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്കും. ഡാൻസ് നിന്റെ വയറെ കടിക്കുന്ന പാടെന്തേന്ന് ചോദിക്കുവാണ്. ആ സമയത്താണ് ശരിക്കും നവ്യ ശ്രദ്ധിക്കുന്നത്. നോക്കിയപ്പം വയറെ പാടില്ല. ദൈവമേ എന്ത് ചെയ്യുന്നു ചുറ്റി നോക്കി. പെട്ടെന്ന് നയനെ തൻ്റെ കഴിക്കുന്ന പാടങ്ങെടുത്ത് കൊടുക്കുകയാണ്. കണ്ടോ ഇത്? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ആരെ ഈ പറ്റിച്ചുകൊണ്ടിരിക്കുന്നേ? ഇനിയെങ്കിൽ നീ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചേച്ചി, എല്ലാവരും ഞാൻ സത്യം തുറന്നു പറയാൻ പോവാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നവ്യയുടെ വിധം അങ്ങ് മാറിയില്ലേ. നവ്യ പറഞ്ഞു, നീ ഒന്ന് പറഞ്ഞേ, ഞാനിന്ന് കാണട്ടെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഞാൻ പറയും, നിനക്കറിയായിരുന്നു, നീ എനിക്ക് ഐഡിയ ഒക്കെ പറഞ്ഞു തന്നേന്ന് പറയും. കല്യാണത്തിന് മുമ്പ് നിനക്കറിയായിരുന്നല്ലോ.
അപ്പം നീയല്ലേ എന്നെ കതിർ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ, അപ്പം എല്ലാം അറിഞ്ഞിട്ട് നിൻ്റെ സപ്പോർട്ട് കൂടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് പറയും. അപ്പം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തും. നിന്നെ ആദ്യം ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്ന് പറയാം. നായോട് ചേച്ചി എന്ത് വർത്താനം ചേച്ചി പറയണേന്ന് ചോദിക്കും. പിന്നെ ഞാൻ പറഞ്ഞ സത്യമല്ലേന്ന് ചോദിക്കുകയാണ്. അതൊരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പം തന്നെ എല്ലാവരോടും ഇത് പോയി പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നയന എന്ത് ചെയ്യുവാണ്, അകത്തേക്ക് അവിടെ കയറി പോകാൻ തുടങ്ങുക. പെട്ടെന്ന് നവ്യ കയറി പറഞ്ഞു, അയ്യോ ദൈവത്തെ ഓർത്ത് നീ ഒന്ന് പോയി പറയല്ലേന്ന് പറയണം. അപ്പം ചേച്ചിയല്ലേ പറഞ്ഞോളാൻ പറഞ്ഞേ. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോഴവിടെ നമ്മൾ 2 മരുമക്കൾ മാത്രമല്ല, ഇനിയിപ്പോൾ ഈ കുടുംബത്തിലേക്ക് പുതിയതായിട്ടൊരു മരുമോള് വരാൻ പോകുന്നുണ്ട്. അവരറിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇങ്ങനത്തെയൊക്കെ കോപ്രായങ്ങളെ ചേച്ചി കാണിച്ചു കൂട്ടി വെച്ചേക്കുന്നത് എന്തുമാത്രം നാണക്കേടാ. നമ്മുടെ മാത്രമല്ല ഈ കുടുംബത്തിനും വളരെ അധികം അപമാനമാണ്. അതിനെക്കുറിച്ചൊക്കെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നവ്യ പറഞ്ഞു, ശരിയാ നീ പറഞ്ഞേ, എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്കിനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ തന്നെ എന്തെങ്കിലും പോകുമ്പഴി കണ്ടോളാം, ഞാൻ തന്നെ എല്ലാവരോടും പറഞ്ഞോളാം എന്ന് പറയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.